വിവാഹം പലപ്പോഴും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മാമാങ്കങ്ങളാണിപ്പോൾ. നൈമിഷികമായ ആനന്ദത്തിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കുന്നവരുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ വർണ്ണാഭമായ ചിത്രങ്ങളും വീഡിയോകളും കാണുമ്പോൾ മറ്റു ചെറുപ്പക്കാർക്കും അനുകരണഭ്രമം തോന്നും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണെങ്കിൽ മക്കളുടെ ആഗ്രഹത്തിന്റെ ബാധ്യത പാവം മാതാപിതാക്കളുടെയോ സഹോദരന്റെയോ തലയിലാകും. ആർഭാട വിവാഹങ്ങളുടെ കാലത്ത് വേറിട്ട ഒരു മാതൃകയാവുകയാണ് മൂവാറ്റുപുഴയിൽ നടന്ന ലളിതമായ ഒരു വിവാഹം. ആർഭാടങ്ങളും ആഘോഷവും ഒഴിവാക്കി ബിനോയും ചിന്നുവും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹിതരായപ്പോൾ വിവാഹ ചെലവിനായി മാറ്റിവെച്ചിരുന്ന 5,80,000 രൂപ സ്വന്തം വീടില്ലാത്ത കുടിലിൽ കഴിഞ്ഞിരുന്ന രോഗിയായ സുരേന്ദ്രനും കുടുംബത്തിനും അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സഫലമാക്കാൻ ഉപകരിച്ചു. സാമൂഹിക പ്രവർത്തകനായ MS സുനിലിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ആഡംബര വിവാഹങ്ങളുടെ ഇക്കാലത്ത് ഇത്തരം മാതൃകകളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. കൂടുതൽ യുവാക്കൾ ഈ മാതൃക പിന്തുടരട്ടെ എന്ന് ആശിക്കാം. സാമൂഹിക പ്രവർത്തകയായ MS സുനിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇത് വേറിട്ടൊരു വിവാഹം. ആർഭാടങ്ങളും ആടയാഭരണങ്ങളും ഒഴിവാക്കി ബിനോയും ചിന്നും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹിതരായപ്പോൾ വിവാഹ ചെലവിനായി മാറ്റിവെച്ച 5,80,000 രൂപ റിട്ടയർഡ് അധ്യാപകനായ മാതാപിതാക്കൾ PM സ്കക്കറിയെയും KP സാറാമ്മയും സുരക്ഷിതയില്ലാത്ത കുടിലിൽ കഴിഞ്ഞിരുന്ന രോഗിയായ സുരേന്ദ്രനും കുടുംബത്തിനും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കല്യാണ ദിവസം തന്നെ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കാൻ സാധിച്ചത് ഏറെ അനുഗ്രഹം. ബിനോയും ചിന്നുവും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവർ നൽകിയത് ഒരു കുടുംബത്തിന്റെ ചിരകാല വീടെന്ന സ്വപ്ന സാഫല്യമാണ്. ഇവരാണ് ഭൂമിയിലെ മാലാഖമാർ. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ യുവമിഥുനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. 347ാമത് സ്നേഹഭവനം പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്നാണ് കുറിപ്പിൽ കുറിച്ചത്.